മാഘസ്നാനം തടഞ്ഞ നടപടി സർക്കാർ റദ്ദാക്കി. ഇപ്പോൾ അതിന് പൂർണ്ണമായ അനുമതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കളക്ടറൊക്കെ വന്നിട്ട് പറയുകയാണ് ഈ പരിപാടി നടത്താൻ കഴിയില്ല. ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള വിശ്വാസമാണ്. അങ്ങനെ നിയമപരമായിട്ട് ഒരു ഹൈന്ദവ സംഘടനയുടെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഒരു പരിപാടി, ഒരു ചടങ്ങ്, സ്നാനമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ് നടത്താൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രിയൻ, ഇതിൽ നിയമപരമായ പ്രശ്നമൊന്നുമില്ല. രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ മണപ്പുറത്താണല്ലോ നടക്കാൻ പോകുന്നത്. നിളയുടെ തീരത്ത് നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നിളാതീരത്താണ് മഹാമഹോത്സവം നടക്കാൻ വേണ്ടി പോകുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ, ഹൈന്ദവ വിശ്വാസികൾ അവരുടെ പുരാതനവും ചരിത്രപരവുമായിട്ടുള്ള വിശ്വാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മഹാമഹോത്സവത്തിൻ്റെ ഭാഗമായി വന്ന് അവരുടെ ട്രഡീഷൻ, നമ്മുടെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ പുരാതനമായി നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ അത് നിലനിർത്താൻ വേണ്ടി നടക്കുന്ന ഒരു വലിയ ഒത്തുചേരലാണ് ജനങ്ങളുടെ. കുംഭമേള നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. കുംഭമേള നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴും കുംഭമേളയുടെ സമയം എടുത്തു വരിക. ഇത് സ്വാഭാവികമായും ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെക്കാളൊക്കെ അപ്പുറത്ത് വലിയ ഒരു ഒത്തുചേരലാണ്. പ്രകൃതിയും മനുഷ്യനും വിശ്വാസവും എല്ലാം ഇഴചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഉത്സവത്തിൻ്റെ ഭാഗമാണ് ഈ മഹാമഹോത്സവവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളും നടപടികളും ഇതെല്ലാം നടക്കുന്നത്. LDF സർക്കാർ ഇതൊരു വിശ്വാസവിരുദ്ധമായിട്ടുള്ള സർക്കാരാണെന്ന് എത്രയോ നടപടികളിലൂടെ തെളിയിച്ചൊരു സർക്കാരാണ്. അതെ. ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ, ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന നടപടികളുടെ കാര്യത്തിൽ വിശ്വാസ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ നിരാകരിക്കുന്ന ഒരു സർക്കാരാണ്. അത് ഹൈന്ദവ സമൂഹത്തോട് മാത്രമല്ല, ക്രിസ്തീയ വിഭാഗത്തോട്, ഇസ്ലാം മതവിശ്വാസികളോടെല്ലാം ഈ നിഷേധം ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിലും ഇസ്ലാം മതവിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അവർ കുറച്ചുകൂടി സംഘടിത വിഭാഗങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളുള്ളതുകൊണ്ട് സർക്കാർ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റിലെത്തി അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കെതിരെയും വാളോങ്ങിയിട്ടുണ്ട് ഈ സർക്കാർ. പക്ഷേ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിഷയങ്ങളിൽ, ശബരിമലയാണല്ലോ, എത്രയോ കാലങ്ങളായി ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആചാര ലംഘനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അയ്യപ്പ ഭക്തന്മാർ എന്നുള്ള പേരിൽ ഏതെങ്കിലും തരത്തിൽ അയ്യപ്പ ഭക്തിയുമായി അവർക്ക് ബന്ധമുണ്ടോ എന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഒരു സമ്മേളനം നടത്താനുള്ള ശ്രമം നടത്തി. ഈ തരത്തിൽ വിശ്വാസത്തെ ഒന്നുകിൽ വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുക. 2, തകർക്കാൻ ആദ്യം എടുക്കുന്ന നടപടി ഒന്നുകിൽ അതിനെ നിരോധിച്ചുകൊണ്ട് അത് തർക്കത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ വിശ്വാസത്തിൽ സ്വാഭാവികമായിട്ടും എന്താണ്, മനുഷ്യൻ്റെ വിശ്വാസവും മതപരമായിട്ടുള്ള ആചാരവും വിശ്വാസവും ഒക്കെ നിലനിൽക്കുന്നത് കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ചിലത് ലിഖിതമായിരിക്കാം, ചിലത് അലിഖിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിലെല്ലാം എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് വിശ്വാസവുമായി കൂടിച്ചേർന്നുകൊണ്ടാണ്. ഇവിടെ അതിനെ തകർക്കുക, ശബരിമലയിൽ ആദ്യം ചെയ്തതല്ലേ, വിശ്വാസത്തെ തകർക്കുക, സ്ത്രീ പ്രവേശനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു നടപടിയിലൂടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് കണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിൻ്റെ സംഘാടകർ മുഴുവനായി തന്നെ കളക്ട്രേറ്റിലാണെങ്കിലും മറ്റ് അധികാര സ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ അതിൻ്റെ അനുമതികൾക്ക് വേണ്ടി, അത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് അവിടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ ടെമ്പററി കൺസ്ട്രക്ഷനാണല്ലോ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ എല്ലാം അനുമതിക്കായി അപേക്ഷിച്ചു എന്ന് ബഹുമാനപ്പെട്ട സ്വാമിജി തന്നെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളത് കേട്ടതാണ്. അങ്ങനെ അനുമതി കൊടുക്കാൻ അവർ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള എല്ലാ പത്രങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടം എടുത്തത്. ജില്ലാ ഭരണകൂടം ഒറ്റക്കത് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സാമാന്യ ജനത്തിന് കഴിയില്ല. അത് ഭരണപരമായ മന്ത്രിതലത്തിലോ സർക്കാർ തലത്തിലോ ഉള്ള ഒരു ഇടപെടലോ നിർദ്ദേശമോ ഇല്ലെങ്കിൽ അതിന് കഴിയില്ല. അപ്പോൾ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് ഈ മഹാമഹോത്സവത്തെ തകർക്കാൻ, ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ, അതല്ലെങ്കിൽ നിളാതീരത്ത് നടക്കുന്ന വലിയ ജനങ്ങളുടെ ഒത്തുചേരലിനെ തകർക്കാൻ, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള വലിയ ജനങ്ങളാണ് കേരളം മുഴുവൻ മാത്രമല്ല, കേരളത്തിന് പുറത്തുനിന്നും ആളുകൾ വരാൻ വേണ്ടി പോവുക. അപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ പോകുന്ന ഏകദേശം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവത്തെ തകർക്കുക, ശബരിമലയിൽ എത്രയോ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരു വിശ്വാസത്തെ തകർക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നിയമപരമായി ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് അനുമതിക്ക് ആവശ്യപ്പെട്ടാൽ
അതിൻ്റെ അനുമതി പത്രം ഒന്നുകിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ട ഏതൊക്കെ മേഖലകളാണോ അതെല്ലാം ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ടും കാണുന്നില്ല. യാതൊരു തത്വദീക്ഷയുമില്ലാതെ അനുമതി നിഷേധിക്കുക, നിങ്ങളവിടെ നടത്തണ്ട എന്ന് പറയുക, ഇതിന് ഇവർക്ക് ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? ഇതിനകത്തൊരു സംശയം വരുന്നത്, സർക്കാരിന് ഇപ്പോൾ എന്തായാലും മുസ്ലിം വോട്ടുകൾ മുഴുവൻ UDF-ലേക്ക് ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDP അടക്കമുള്ള പാർട്ടികൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഏക പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി ഹിന്ദു വിശ്വാസത്തിനെ നോവിക്കാനായിട്ട് അവർ തയ്യാറാവുമോ എന്നുള്ളൊരു സംശയം അവിടെ നിൽപ്പുണ്ട്. അല്ല, അവിടെ വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ ഇതിന് അനുമതി അതാണല്ലോ ഈ രാഷ്ട്രീയത്തിലെ കുടിലതന്ത്രം എന്ന് പറയുന്നതാണ്. അനുമതി നിഷേധിക്കുന്നതോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇത് വരികയാണ്. സർക്കാർ അനുമതി നിഷേധിക്കുന്നു, അതല്ലെങ്കിൽ കളക്ടർ അനുമതി നിഷേധിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് അതിന് വീണ്ടും അനുമതി കൊടുക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശം കൊടുത്തു എന്നില്ല. അപ്പോൾ അനുമതി നിഷേധിക്കുന്നത് കളക്ടറാണെങ്കിലും സർക്കാർ അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ജനപിന്തുണയുണ്ടല്ലോ, അതായത് അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കാം. ആദ്യം അനുമതി നിഷേധിക്കുകയും പിന്നീട് കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനൊരു പിന്തുണ കിട്ടുമല്ലോ. ഞങ്ങൾ കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്ന, അപ്പോൾ ശബരിമലയിൽ അതല്ലേ ചോദിക്കുന്നത്? ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റി, കളവ് നടത്തി, തട്ടിക്കൊണ്ടുപോയി, അതിന് ദേവസ്വം ബോർഡിൻ്റെ കൃത്രിമ രേഖ ഉണ്ടാക്കി, ഇതെല്ലാം ചെയ്തു. ഇപ്പോൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ സർക്കാരല്ലേ പ്രതികളെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്ന അതേ നടപടിയാണ്. അതായത് എല്ലാ കുഴപ്പങ്ങൾക്കും നേതൃത്വം കൊടുക്കുക, അതിനുശേഷം ആ കുഴപ്പം ചെയ്തിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന വരുമ്പോൾ അതും ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുക. അപ്പോൾ ആ ഒരു നടപടിയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് അനുമതി നിഷേധിച്ചു, പക്ഷേ ഇപ്പോൾ ഞങ്ങളത് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. എന്തിനാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്? ഈ ജനങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ഈ ചർച്ചയുണ്ടല്ലോ, അതായത് സർക്കാർ ചെയ്യുന്ന ഈ ഹിന്ദു വിരുദ്ധ മനോഭാവത്തെക്കുറിച്ചിട്ടുള്ള ചർച്ച സർക്കാരിലേക്ക് എത്തുന്നുണ്ട്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നുണ്ട്. നാളെ തങ്ങൾക്കത് രാഷ്ട്രീയപരമായി ഏതെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് കാണുമ്പോൾ അനുമതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. ഇതുകൊണ്ടൊന്നും, ഈ തരത്തിലുള്ള നടപടികൾ ചെയ്തതുകൊണ്ടൊന്നും ഹൈന്ദവ സമൂഹത്തെ പറ്റിക്കാം എന്ന് വിചാരിക്കേണ്ട. കാരണം ഇതൊരു പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അതൊന്നും കൂടുതൽ കാലം ഈ സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇപ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണ്. ഈ കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മാഘസ്നാനം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് നടത്തുന്നത്. ഇവിടെ എന്തിനാണ് നടത്തുന്നത്? ഹിന്ദുക്കൾക്ക് മിണ്ടായിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണം ഹൈന്ദവ സമൂഹത്തിന് നേരെ നടക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് ഒരു ഏകീകരണം രൂപപ്പെടാനുള്ള പോവുകയാണ്. അതായത് ഹിന്ദു ഏകീകരണം സാധ്യമാകാൻ വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒന്നും കയ്യിൽ നിൽക്കുന്നതോ തീരെഴുതിയതോ ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ലല്ലോ, ജില്ലയുമല്ല, സ്ഥലവുമല്ല. തളിക്ഷേത്ര പ്രക്ഷോഭം എത്രയോ കാലം നീണ്ടു നിന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഹൈന്ദവ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭം. ഇനി മാമാങ്കം നടക്കുന്ന സ്ഥലം എവിടെയായിരുന്നു? ഭാരതപ്പുഴയുടെ തീരത്താണ്, നിളയുടെ തീരത്താണ്. ഇനി തുഞ്ചത്തെഴുത്തച്ഛൻ, എത്രയോ അതിപ്രഗത്ഭരായിട്ടുള്ള മലയാള സർവകലാശാലയുടെ കേന്ദ്രം എവിടെയാണ്? എന്തുകൊണ്ടാണ് മലയാള സർവകലാശാലയുടെ കേന്ദ്രം തിരൂരിൽ സ്ഥാപിക്കാനും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായത്? അതായത് പൂന്താനമടക്കമുള്ള മലയാളത്തിലെ, കേരളത്തിലെ അറിയപ്പെടുന്ന, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ മലപ്പുറത്താണ്. അതായത് ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ വള്ളുവനാടൻ മലബാറിൻ്റെയൊക്കെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഈ മലപ്പുറം ജില്ലയും മലപ്പുറം ജില്ലയോട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ചേർന്നുകൊണ്ടാണ്. അവിടെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയേക്കാൾ അപ്പുറത്ത് ആ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക പൈതൃകമുള്ള, അതല്ലെങ്കിൽ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഏറ്റവും പൈതൃകമുള്ള സ്ഥലങ്ങളിലൊന്നാണ് എന്നുള്ളതാണ്. അതിനെ ആ മാമാങ്കം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് എത്രയോ ഐതിഹ്യങ്ങളും എത്രയോ സംഭവങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഏതെങ്കിലും ഒരു ഇപ്പോഴത്തെ നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലോ ഒക്കെ എഴുതിയിടുന്നത് പോലെ, അല്ലെങ്കിൽ വാട്സപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുന്നത് പോലെ പ്രചരണങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒന്നും ശക്തിയോ അതിൻ്റെ ഒന്നും പ്രാമുഖ്യമോ അതിൻ്റെ ഒന്നും സാംസ്കാരിക പൈതൃകമോ ഒന്നും കുറയാൻ വേണ്ടി പോകുന്നില്ല. അതൊരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള നാടാണ് മലപ്പുറം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തിരൂരാണെങ്കിലും മലപ്പുറത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളാണെങ്കിലും ഒക്കെ എത്രയോ കാലങ്ങളായി മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന വലിയ പ്രതീകങ്ങളുടെ എല്ലാം കേന്ദ്രമാണത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ മലയാള സർവകലാശാലയുടെ കേന്ദ്രം അവിടെയായി മാറിയത്. ഇല്ലെങ്കിൽ മലയാള സർവകലാശാല വെക്കാൻ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ച് ഒരു വിവാദത്തിനും
സാധ്യതയില്ല. സാംസ്കാരികപരമായ വിവാദങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല. മറ്റൊന്ന് മതപരമായ വിവാദങ്ങൾക്കും സാധ്യതയില്ല. കാരണം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയേക്കാളൊക്കെ അപ്പുറത്ത് മലപ്പുറം ജില്ലയിലുള്ള സംഖ്യ ഹൈന്ദവ ജനങ്ങളുടെ ശേഷി എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ്. സാംസ്കാരികപരമായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാംസ്കാരിക സാമൂഹിക പിന്തുണയുള്ള പശ്ചാത്തലമുള്ള വലിയ കേന്ദ്രമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് കേന്ദ്രീകരണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമുദായിക കേന്ദ്രീകരണത്തിൻ്റെയോ ഒന്നും ഒരു പ്രസക്തിയും അവിടെയില്ല. പിന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പ്രിയൻ ചോദിച്ചതുപോലെയുള്ള വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച തുടങ്ങിയത് നമ്മളല്ലല്ലോ. അല്ല, കേരളത്തിൽ ആ ചർച്ച കൊണ്ടുവന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. മറ്റൊരു ചർച്ച കൊണ്ടുവന്നത് ശ്രീ അൻവറാണ്, PV അൻവറാണ്. ഇനി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എന്താണ്? അതിനേക്കാളൊക്കെ അപ്പുറത്ത് ശ്രീ VS അച്യുതാനന്ദൻ മലപ്പുറത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ശ്രീ AK ആൻ്റണി എന്താ പറഞ്ഞത്? അപ്പോൾ കേരളത്തിലെ വലിയ രാഷ്ട്രീയ നേതൃത്വം, മുഖ്യമന്ത്രിമാരായിരിക്കുന്നവർ, സാമുദായിക നേതാക്കന്മാർ എല്ലാം കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കേരളത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അതെ. എന്തുകൊണ്ട് VS അച്യുതാനന്ദൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു? എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു? എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു? എന്തുകൊണ്ട് അവിടെ നിന്നുള്ള MLA ആയിരുന്ന ശ്രീ അൻവർ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു? ഇനി മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ തരത്തിലുള്ള ചർച്ചകൾ നടത്തണമെങ്കിൽ നടക്കട്ടെ, കേരളത്തിൽ നടക്കണ്ടേ? അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞതും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ഒക്കെ അതിൻ്റെ ചർച്ചയുടെ ഭാഗമായി മാറുന്നത്. അപ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട്. ആ ചർച്ച ഉയർന്നു വരുന്നതിന് കേരളത്തിലൊരു പ്രസക്തിയുണ്ട്. അതിനെ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ചേർത്തുകൊണ്ട് അത് ഒരു കുത്തകാവകാശം പോലെ ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്ന് ഉള്ള വിശ്വാസം നമുക്ക് ഒരു കാലഘട്ടത്തിലും വെച്ച് പുലർത്തേണ്ടതില്ല. കാരണം അതിനെല്ലാം നിരാകരിക്കുന്നതാണ് ചരിത്രവും, അതിനെല്ലാം നിരാകരിക്കുന്നതാണ് സാമൂഹികപരമായിട്ടുള്ള പശ്ചാത്തലവും, അതിനെല്ലാം നിരാകരിക്കുന്നതാണ് മലപ്പുറത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വിസിബിൾ ആവും. അതിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.